മുന്നിലേക്ക് നല്ല നേടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട മലയാള ചിത്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ബിന്ദു. വളരെയധികം സന്തോഷം. എന്നെ സംബന്ധിച്ച് ഇച്ചിരി വൈകാരികമാണ്. എൻ്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോഞ്ചിന് ഞാൻ വിളിക്കാതിരുന്നിട്ട് പോലും വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ബിബിൻ. വർഷങ്ങളായിട്ട് ഒരുമിച്ച് നടന്ന കൂട്ടുകാർ അവരുടെ ഇഷ്ടത്തിൽ അവരുടെ ആഗ്രഹത്തിനുള്ള സ്ഥലത്ത് എത്തുമ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്തിയത്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ സപ്പോർട്ട് എൻ്റെ സുഹൃത്താണ് ബിബിൻ. അതേ സന്തോഷം തന്നെയാണ് എനിക്ക്. കൂടുതൽ എന്ന് പറഞ്ഞ സിനിമ ബിബിൻ നായകനാവുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനോട് നിൽക്കുമ്പോൾ ആ സുഹൃത്ത് നിലയിൽ വളരെയധികം സന്തോഷം. ഞാൻ എപ്പോൾ ചോദിച്ചാലും കൂടുതൽ സിനിമയുടെ ഏതെങ്കിലും ഒരു പ്രൊമോഷനിലായിരിക്കും. ഞാൻ ചെറുപ്പം തൊട്ടേ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഒരു കാര്യത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പന്ത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് കയറുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഈ സിനിമയുടെ ഒപ്പം തന്നെ നിൽക്കുന്നത്. വളരെയധികം സന്തോഷം. പിന്നെ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന രണ്ടുപേരും ടെൻഷൻ കാണുമ്പോൾ എനിക്കറിയാം ഇത് ഫൈനലായിട്ട് ക്യൂബിൽ അപ്ലോഡായി കഴിഞ്ഞേ ഇവർ ടെൻഷൻ മാറുള്ളൂ. അപ്പോൾ ഇത് പ്രൊഡ്യൂസർ, ഇവിടെ നിൽക്കുന്ന ഈ സിനിമയൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ വളരെയധികം വിജയമാകട്ടെ, നല്ലത് സംഭവിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഇതോടെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈജു ജോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഒരുപാട് ചിന്തിപ്പിക്കുകയും പൊട്ടിച്ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീനായിട്ടുള്ള കലാകാരനെ കൂടുതൽ പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്താണ്? താങ്ക് യു. കൂടൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കേരളത്തിലെ പല മുക്കിലും മൂലകളിലും വൈകുന്നേരം 7 മണി കഴിയുമ്പോൾ ഒരു കൂടലുണ്ട്. പക്ഷേ ഈ കൂടൽ ആ കൂടലല്ല. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വൈഫ് അടപ്പമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈകിട്ട് കൂടൽ. ഇന്നും കൂടലോ? കൂടലല്ല. കൂടൽ എന്ന് പറയുന്നത് ബിബിൻ ജോർജിൻ്റെ സിനിമയാണ്. ടീസർ ലോഞ്ചിങ്. ശരി. അപ്പോൾ എന്തായാലും ഈ കൂടുതൽ വലിയ ഒരു കളക്ഷൻ അല്ലെങ്കിൽ വലിയൊരു മാറ്റം, വലിയൊരു ഹിറ്റായി തീരട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ സഹോദര തുല്യൻ എന്നല്ല, സഹോദരനും ഒരു മകനൊക്കെയാണ് ബിബിൻ. പക്ഷെ ഒരു കുരുത്തക്കെട്ട മകനാന്ന് മാത്രമല്ല അല്ലേ. ബിബിൻ ഭയങ്കര സ്നേഹമുള്ള, എല്ലാവരും പറഞ്ഞ പോലെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നല്ലത് വരട്ടെ. അതുപോലെ നിറീന എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. മകളല്ല, എൻ്റെ കുഞ്ഞമ്മയുടെ മോൾ. അപ്പോൾ എന്തായാലും ഡയറക്ടേഴ്സും ഇതിന് പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നല്ല രീതിയിൽ തന്നെ കിട്ടട്ടെ, ജനങ്ങൾ ഹൃദയത്തോട് ചേർക്കട്ടെ, ഈ സിനിമ ഹിറ്റാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ഞാൻ. നായിക എല്ലാവരും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പിന്നെ നമ്മുടെ ഷാഫി, എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ എന്തായാലും ഈ പടം ഹിറ്റാവട്ടെ, കൂടുതൽ ഹിറ്റാവട്ടെ എന്നൊരിക്കൽ കൂടി പറയുന്നു. താങ്ക് യു. നല്ല ആങ്കർ. ഓക്കെ, അടുത്തായിട്ട് ഞാൻ വിളിക്കുന്നത് പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേരുടെ മുന്നിൽ അതിനേക്കാൾ അപ്പുറത്ത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു. അടുത്തായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് പേരുകൊണ്ട് വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. കേരളത്തിൽ എന്താ പറയുക, വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ 2 തലമുറയെ പാട്ടിൻ്റെ ലോകത്ത് മാസ്മരികതയിലൂടെ, എഴുത്തിലൂടെ, പാട്ടിലൂടെ, അല്ലെങ്കിൽ എന്താ പറയുക സിനിമാ ലോകത്ത് ഇന്നും ചെറിയ എന്താ പറയുക ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് പാട്ടുകളൊക്കെ എഴുതിയിട്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ നെഞ്ചിലിടം നേടിയ നിലവേ ഒന്നേ നിനക്ക് ഞാൻ രസിக்கிறேன். കൊല്ലം ഷാഫി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനമുള്ള നിമിഷമാണ്. പ്രത്യേകിച്ച് ഞാൻ ബിബിനെ കാണാൻ ആഗ്രഹിച്ചു, ബിബിൻ എന്നെ കാണാൻ ആഗ്രഹിച്ചു. ആ സമയത്താണ് ആദ്യമായി കാണുമ്പോൾ എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം ഉള്ളവരോട് പറഞ്ഞു, കണ്ടോടാ സിനിമാക്കാർക്ക് വരെ നമ്മളറിയാം. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ള നാർഷിക്കാൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ സമയത്താണ്. അപ്പോൾ സകല കലാവല്ലഭനായിട്ടുള്ളൊരു നായകൻ പ്രയത്നിച്ച് കടന്നു വന്ന, ഇവർക്കൊക്കെ ആക്ഷൻ വിളിക്കുന്നതിന് മുന്നേ എനിക്കൊക്കെ ആക്ഷൻ വിളിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഷാഫി എപ്പിക്കാട്, ഷാനും ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഷാനും, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ. അതുപോലെ ഷജീർ പപ്പ, ആ പറയുന്ന സാധനം
എൻ്റെ മുഖത്ത് ക്യാമറ കുറേ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ സിബു സുകുമാരൻ, നമ്മൾ ഒരുപാട് പാട്ടുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആസ്വാദകരായി മാറി. അത് ഈ പറഞ്ഞ ബാക്കിൽ പോയി നിൽക്കേണ്ട ഒരു ഘടകമല്ല. മ്യൂസിക്കിൻ്റെ അകമ്പടി ഒരു സിനിമയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇവരൊക്കെ വിശ്വസിച്ച് ഒപ്പം നിന്ന ജിതിൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ നെഞ്ചിടിപ്പ് മാറ്റിക്കൊടുത്ത് സന്തോഷം പകരുന്ന, ഇപ്പം പ്രിൻസ് ഫാമിലി അത് ആ പടം ഹിറ്റായതുപോലെ കൂടുതലൊരു വൻ ഹിറ്റായി മാറട്ടെ. പിന്നെ ലോകത്തന്നെ കൂടൽ എന്ന് പറഞ്ഞ വാക്കിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. നമ്മളിപ്പോൾ കുടുംബത്തെക്കുറിച്ച് കുടുംബം ഇമ്പമുള്ളതാണെന്നൊക്കെ പറയുന്ന പോലെ സുഹൃത്തുക്കൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം അത് കുടുംബക്കാർ കുടുംബം പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാനത് അനുഭവിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും നല്ല ചങ്ക് ബ്രോസ് ഉള്ളത് കൊണ്ടാണ്, കഴിവുകൊണ്ടല്ല. ഞാനൊന്നും ഈ ഒരു ഇൻഡിവിജ്വൽ ആൽബം മീഡിയയിൽ നമ്മളൊരു ആരെങ്കിലും എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിക്കുമ്പോൾ ആരെങ്കിലും കൈയടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഹൃദയം കൊണ്ട് പരസ്പരം അറിയുന്നവർ ഒരുമിച്ച് കൂടിയ കൂടൽ എന്ന സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ചങ്ക് ബ്രദർ ജലാൽ ഇതിൻ്റെ അവതാരകനായിട്ട്, ഈ കൂടലിൻ്റെ എത്രാമത്തെ പ്രമോഷനാണ് ജലാൽ എഴുതി. ഞാൻ ഒരു ദിവസം വണ്ടിയിൽ എവിടെക്കോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജലാൽ വീഡിയോ കോൾ വന്നു. നോക്കുമ്പോൾ ഒരു സംഘം മുഴുവനുണ്ട്. ബിബിൻ എൻ്റെ ബിൽഹബാദ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ, നിങ്ങൾ നടക്കുന്നത് കൂടുതൽ പ്രൊമോഷൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും ദിലേബാദിമയ്ക്ക് പ്രൊമോഷൻ കിട്ടിയെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു നല്ല തെളിയിച്ച ആക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകല കലാവല്ലഭനാണ്. ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ എടുക്കുന്നത്? നമ്മളെപ്പോഴും അല്ല, ആ പാട്ടിന് ഷാഫി എന്നെ വിളിക്കായിരുന്നു, അത് മുടക്കി. അതുകൊണ്ട് സന്തോഷമായല്ലോ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട് എല്ലാ പരിപാടികളും. മഹാവിജയമാകട്ടെ. താങ്ക് യു. നായകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ, സംവിധായകൻ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, വർഷങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിബിൻ ജോർജിന്റെ കയ്യിൽ മലയാള സിനിമ ഉണ്ടാകുമെന്നുള്ളതിന്റെ തെളിവാണ് ബിബിൻ ജോർജിന്റെ ടാലന്റ് ആയിട്ടുള്ള ബിബിൻ ജോർജിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും. ഇനി ബിബിൻ ജോർജ് എന്ന ചലച്ചിത്ര താരത്തിന്റെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ സിനിമയിൽ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ സമ്മാനമായിട്ട് ഷാഫി നൽകും. ഡയറക്ടറല്ല, പാട്ടുകാരൻ ഷാഫി. അപ്പം അടുത്തതായിട്ട് കൂടുതൽ പറയുന്ന സിനിമയിൽ ഓൾറെഡി റിലീസായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടി തന്നിരിക്കുന്നത് ഇതിനകത്തെ എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നായകൻ ബിബിൻ ജോർജ്. നല്ലൊരു കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാം നടന്ന് തിരി വിളിക്കാവുന്ന പാട്ടുകാരനെയാണ്. കാരണം ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ കേരളത്തിന്റെ മലയാളികളെ നെഞ്ചോട് ചേർത്ത കലാകാരൻ പോയ സ്ഥലത്തൊക്കെ ബിബിനെ കുറിച്ച് പറയുന്നതും ആളുകളോടുള്ള സ്വീകാര്യതും വലുതാണ്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ബിബിൻ. ഷർട്ട് ഭയങ്കര ഇഷ്ടം. നല്ലൊരു കാര്യമാണ് തന്നെ പറയാതെ. കാരണം ഇത് വന്നതിൽ ഏറ്റവും ഷർട്ടിന് കൈയടിയും. വളരെ സന്തോഷം. വലിയൊരു അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, എന്നെ ഹൃദയം കൊണ്ട് ഞാൻ ഒരുപാട് ആളുകളെ വിളിച്ചു. ഓരോ ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഇന്ന് മഴയുടെ പ്രശ്നമുണ്ട്, ഷൂട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ കിളി വന്നതിൻ്റെ കുറേ തിരക്കുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചതിൽ എന്നോട് ഹൃദയത്തോടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഇന്ന് വന്നു എന്നുള്ളതാണ്. ഞാൻ അത് മാത്രമാണ് നോക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ നാദർഷിക എന്നോട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ നാദർഷിക ഒരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പെട്ടുപോയി. പക്ഷേ അമരപുരം തോണി മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന നാദർഷികയുടെ കാലുക്ക ഇവിടെ എത്തി. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, കാലുക്ക ഇവിടെ ഉള്ളത്. കാരണം അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ, ഞാൻ പുള്ളിനെ വിളിച്ചിട്ടില്ല, ബേസിക്കലി ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, എൻ്റെ മനസ്സിൻ്റെ ടീം, എന്നെ വെച്ച് കുറേ നാള് സിനിമ എടുക്കണമെന്ന് പറഞ്ഞ അഭിലാഷ്, അങ്ങനെ കുറേ ആളുകൾ ഇവിടെ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, അമ്മച്ചി, വൈഫ്, പിന്നെ മഞ്ജു പിള്ളേന് ഇഷ്ടമുള്ള എൻ്റെ കൊച്ച്. നീ വീട്ടിട്ട് വേണ്ട തരാട്ട് തനിക്ക്. അപ്പോൾ അത്രയും. പിന്നെ ഷാഫിക്ക, ഞാൻ എന്താ പറയുക, ഷാഫിക്ക ഇതുപോലെ തന്നെയാണ്. അതായത് എവിടെയോ ഞങ്ങൾ തമ്മിൽ എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട് പലതവണ. അപ്പോൾ ആ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഷാഫിക്ക വന്നത്. അതിന് വലിയ നന്ദിയുണ്ട് ഷാഫിക്ക. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടുകളൊക്കെ ഇവർ നിർബന്ധിച്ചിട്ട് പാടുന്നതാണ്.
അല്ലാണ്ട് ഒരിക്കലും ഞാനായിട്ടൊരു കാര്യത്തിൽ നിർബന്ധിക്കാറില്ല. ഇതൊക്കെ എനിക്ക് അഭിനയത്തിൻ്റെ കൂടെ കിട്ടുന്ന ബോണസാണ്. ഇനിയുണ്ട് നമ്മുടെ PR മഞ്ജു ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ തന്നാണ്. ആ വെടിക്കെട്ട് സിനിമ അതിൻ്റെ ജയപരാജയങ്ങൾക്കുപരിയായിട്ട് ഈ കേരളത്തിൽ 236 ആളുകൾക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയ, പുതുമുഖങ്ങൾക്ക് അവസരം ഒരുക്കിയ, പാട്ടുകാർക്ക് അവസരം ഒരുക്കിയ, മ്യൂസിക് ഡയറക്ടേഴ്സിന് അവസരം ഒരുക്കിയ ബാദുകയെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സന്തോഷം. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, അവിടെയൊക്കെ നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. നമ്മളുള്ള ആളുകളേ ഉള്ളൂ. എന്നാലും ഈ സ്ഫടികത്തിൽ ലാലേട്ടൻ ചിപ്പി ചേച്ചിനോട് പറയുന്ന ഡയലോഗ് ഉണ്ട്. അതായത് ചാക്കോ മാഷിൻ്റെ 100 പവൻ്റെ ഇടയിൽ പാവം കൂടുതൽ മുക്കി കളയരുത്, അത്രേ ഉള്ളൂ. തകർപ്പനാണ്. ഇനി ഈ സിനിമയിലെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന് ലഭിച്ചിരിക്കുന്നത്, കൂടെ നിന്നിരിക്കുന്നത് 4 നായകന്മാരാണ്. 1 2 3 4 ആലോചിച്ച് നോക്കണേ. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിൽ ആദ്യത്തെ നായികയായിട്ട് ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ട് നമ്മുടെ എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ ഇടം നേടി. അതിനപ്പുറത്ത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് 916 കുഞ്ഞോട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉണ്ണിഭദ്ര ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിയ വർഗീസ് സ്വാഗതം ചെയ്യുന്നു. പറയുന്ന സിനിമയിലെ 4 നായികന്മാരിൽ ഒരാളായിട്ടുള്ള നിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2 വാക്ക്. ഒരുപാട് സന്തോഷം. കൂടുതൽ എന്ന സിനിമ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ എക്സൈറ്റഡ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിബിൻ ചേട്ടനെ പോലെ ഒരാളുടെ ഒപ്പം നായികയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സകല കലാവല്ലഭൻ എന്താ പറയുക, സ്റ്റോറി ഇവിടെ നിൽക്കുക, സ്റ്റോറി എഴുതും, പാട്ട്, ഇത് ഡാൻസ് ചെയ്യണോ, എന്താ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തുണ്ടെങ്കിൽ ചേർന്ന ഒരാളെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് ചോദിക്കും. എന്താണ് പ്രശ്നം ചോദിച്ചിട്ട് നമ്മളുടെ അടുത്ത് ചോദിച്ച് അതിൻ്റെ കാരണം മനസ്സിലാക്കി നമ്മളെ അതോടൊപ്പം ചേർന്ന് നിർത്തി അഭിനയിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളുടെ ഒക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരും. അപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും വിഷമം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം കണ്ട ആൾ മനസ്സിലാക്കും. നീ എന്താ ഇങ്ങനെ ചോദിക്കും, ഒന്നുമില്ല ചേട്ടാ, ഇല്ല എന്തോ ഉണ്ട്. അപ്പോൾ ചോദിച്ച് നമ്മുടെ കാരണം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാരണം വ്യക്തമാക്കി അതിലേക്ക് അതിൻ്റെ റീസൺ നമ്മളിലേക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് നമ്മളെ ആ ഒരു കഥയുടെ ഇതിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരാളാണ് ബിബിൻ ചേട്ടൻ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരാളുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ച ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. പിന്നെ സിനിമയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഡയറക്ടേഴ്സാണ്. ഷാനു അക്ബർ എന്ന് പറഞ്ഞ ഷാനുക്കയും ഷാഫി എപ്പിക്കാട് എന്ന് പറഞ്ഞ ഷാഫിക്കയുമാണ്. 2 ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രീൻ ഷോട്ടിൻ്റെ സമയത്ത് പറയും ഇതാണ് സംഭവം, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയും. അപ്പോൾ ഷാഫിക്ക് വന്നിട്ടൊരു കാര്യം പറയും, ഇതാണ് നമ്മുടെ ഷോട്ട്, ഇതാണ്. ഷാനിക്ക് വന്നിട്ടുള്ളൊരു കാര്യം പറയും, ഇതാണ് നമ്മുടെ ഷോട്ട്, ഇങ്ങനെയാണ്. അപ്പോൾ 2 രണ്ടായിരിക്കും പറയും. പക്ഷേ അപ്പം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ ബിബിൻ ചേട്ടൻ പറയും ഇതാണ് സംഭവം. അവർ 2 പറഞ്ഞാലും ബിബിൻ ചേട്ടൻ വന്നിട്ട് പറയും ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. സിനിമയുടെ അല്ല, അപ്പോൾ പറയും ഇതാണ് ഇത്രയുള്ള സംഭവം. അപ്പം നമ്മൾ സപ്പോർട്ടായിട്ട് അത്രയും കൂടെ ചേർത്ത് നിർത്തിയിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ അവർ 2 ഹാപ്പിയാണ്. അവർ 2 ഹാപ്പിയാക്കുന്ന രീതിയിൽ വിഭജിച്ച സാധനം പറയും ഇത്ര ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ അത്രയും ചേർത്ത് നിർത്തിയിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് ബിബിൻ ചേട്ടൻ. അപ്പോൾ ബിബിൻ ചേട്ടൻ്റെ ഒപ്പം ഓർത്ത് നിർത്തിയിട്ട് ചേർത്ത് നിർത്തി അഭിനയിക്കേണ്ട അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനേക്കാളുപരി ഷാനുക്കയുടെ ഷാഫിക്കിൻ്റെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അതിൻ്റെ ഒപ്പം എല്ലാവരും എല്ലാവരും പേരെടുത്ത് പറയാൻ സാധിക്കില്ല, ഒരുപാട് സമയമെടുക്കും. എല്ലാവരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ എല്ലാവരും ഞാൻ പേരെടുത്ത് പറഞ്ഞായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു കൂടുതൽ എന്ന സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഇത്രയും ഒരു വലിയൊരു ക്രൗഡിൻ്റെ ഒപ്പം കൂടെ ചേരാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ജൂൺ 20 ഈ ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് നമ്മളൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.